അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ ഒരു യുദ്ധവിമാനം കൂടെ ഇറാൻ തകർത്തു എന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ വരുന്നു. ഇറാന്റെ ലാവസാൻ എന്നറിയപ്പെടുന്ന വ്യോമ മേഖലയിലാണ് ഇങ്ങനെ ഒരു വിമാനം വെടിവെച്ചിട്ടത് എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം അതിശക്തമായ തിരിച്ചടിയുമായി ഇന്ന് ഇറാൻ പല നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. അതിന്റെ ചെറിയ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നാമതായി, ഇറാൻ ഹാസ് ജാംഡ് ആൻഡ് ഡൗൺഡ് ഇസ്രായേൽസ് അഡ്വാൻസ്ഡ് ഹെർമിസ് 900 UAV. അതായത് ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട അഡ്വാൻസ്ഡ് ഡ്രോൺ, അതായത് ഇതൊരു അറ്റാക്ക് ഡ്രോൺ ആണ്, മിസൈലുകൾ ഘടിപ്പിച്ചിട്ടുള്ള അഡ്വാൻസ്ഡ് ഡ്രോൺ ആണ്. പക്ഷെ ഈ ഡ്രോണിനെ തകർക്കുകയല്ല ഇറാൻ ചെയ്തിരിക്കുന്നത്, അവരുടെ വാർഫെയർ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് തകർക്കാതെ അതിനെ ബ്ലോക്ക് ചെയ്ത് താഴെ ഇറക്കുകയായിരുന്നു. അതിൽ നിന്നുള്ള മിസൈലുകൾ, അതുപോലെ തന്നെ ഈ ഡ്രോണിനെ എല്ലാം റിവേഴ്സ് എഞ്ചിനീയറിംഗിനായി ഇറാന്റെ പ്രത്യേക സംവിധാനങ്ങൾക്ക് കൈമാറിയതായി ഇറാന്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്, ഇറാന്റെ IRGC റവല്യൂഷണറി ഗാർഡ് ഇന്ന് ഒരു എണ്ണ ടാങ്കറിന് ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ട്രംപ് പറഞ്ഞത് ഇറാന്റെ നാവിക സേനകളെല്ലാം തൂത്തെറിഞ്ഞിരിക്കുകയാണ്, 11 കപ്പൽ മുക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു പച്ചക്കളവാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്നത്. അമേരിക്കയുടെ സെൻകോം പോലും ഈ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ഇത് പറയാൻ പ്രധാനപ്പെട്ട കാരണമായ ഒരു സംഭവം ഇതാണ്. ഇറാന്റെ ഒരു കപ്പൽ ഫെബ്രുവരി ആദ്യവാരത്തിൽ ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. ഈ സന്ദർശിച്ച് തിരിച്ചു വരുന്ന ഘട്ടത്തിൽ അന്താരാഷ്ട്ര കടലിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ആ കപ്പൽ. ആ കപ്പലിനെ അമേരിക്കൻ നാവികസേന ആക്രമിക്കുകയും അതിന് മുക്കിക്കളയുകയും ചെയ്തു എന്ന് പറയുന്നത് വസ്തുതയാണ്. പക്ഷെ ഈ ഒരു കപ്പൽ ഇപ്പോൾ ഇസ്രയേലിന്റെയോ അമേരിക്കയോ സൈന്യത്തിനെതിരെയുള്ള ഒരു ആക്രമണത്തിന്റെയോ തിരിച്ചടിയുടെയോ മേഖലയിൽ ആയിരുന്നില്ല. ഇത് അന്താരാഷ്ട്ര കടൽ വഴി തിരിച്ചു പോരുന്ന വഴിയെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നത് വസ്തുതയാണ്. അതോടൊപ്പം തന്നെ ഇറാന്റെ ഒരു സബ്മറൈൻ, ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ സബ്മറൈനുകളല്ല ഉപയോഗിക്കുന്നത്, ചെറിയ ചെറിയ സബ്മറൈനുകൾ അതിന് പ്രത്യേകമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുതന്നെ സ്വയം നിയന്ത്രിക്കുന്ന ആളുകൾ ഇല്ലാത്ത സബ്മറൈനുകളാണ്. ഇത്തരം സബ്മറൈനുകൾ ധാരാളം ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ കുഴിബോംബുകൾ വിന്യസിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സബ്മറൈനുകൾ വരെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സബ്മറൈനെ തകർത്ത കാര്യമാണ്. ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ള വാർത്ത. അതേസമയത്ത് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾക്ക് ലോകത്ത് യാതൊരു മൂല്യവും വിലയും ഇല്ല എന്നത് ലോകം സമ്മതിച്ച കാര്യമാണ്. അതുപോലെ മറ്റൊരു കാര്യം, ഇന്ന് ഇസ്രായേൽ പറഞ്ഞത് ഇറാന്റെ വ്യോമ മേഖലയെല്ലാം കൈയടക്കിയിരിക്കുകയാണ്, പ്രതിരോധങ്ങളില്ലാതെ കൈയടക്കിയെന്നാണ്. എന്നാൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇറാനിൽ നിന്ന് പുറത്തു വരുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇത് യുദ്ധവിമാനമാണ് ഇസ്രായേലിന്റെ. ഇതിൽ നിന്ന് ധാരാളം ഫ്ലയറുകൾ പുറത്തേക്ക് എറിയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ് ഈ ഫ്ലയറുകൾ പുറത്തെറിയുന്നതിന്റെ കാരണം? ഒന്നുകൂടെ നമുക്ക് അത് വലുതാക്കി കാണിക്കാം. ഇതിൽ നിന്ന് ഫ്ലയറുകൾ പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫ്ലയറുകൾ പുറത്തു വരുന്നു. എന്തിനാണ് യുദ്ധവിമാനങ്ങൾ തീപ്പന്ത് പോലുള്ള ഈ ഫ്ലയറുകൾ പുറത്തേക്ക് ധാരാളമായി എറിഞ്ഞ് രക്ഷപ്പെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം പ്രതിരോധ മിസൈലുകളുടെ ഗൈഡഡ് സംവിധാനം എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് സീക്കറുകളാണ്. അതായത് ചൂടുള്ള ഭാഗത്തെ അന്വേഷിച്ച് അതിനെ പിന്തുടരുന്ന രീതിയാണ് ഈ മിസൈലുകൾ സ്വീകരിക്കാറുള്ളത്. അത്തരം മിസൈലുകളാണ് ഈ യുദ്ധവിമാനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ധാരാളം ചൂടുള്ള തീപ്പന്തം പോലുള്ള ഫ്ലയറുകൾ പുറത്തേക്ക് എറിയും. കാരണം മിസൈലിന്റെ ലക്ഷ്യം തെറ്റിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇത് ഇന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് വരുന്ന ഒരു വീഡിയോ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ശക്തമായ പ്രതിരോധം ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം രണ്ടാമത്തെ കാര്യം, ഇന്ന് ഞാൻ പറഞ്ഞു ലാവസാനിൽ ഒരു അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെയോ യുദ്ധവിമാനം തകർന്നു എന്ന വാർത്ത വരുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ വ്യക്തമായ രൂപത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. പക്ഷേ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഡിപ്ലോയ് ചെയ്യുന്നില്ല, വിന്യസിക്കുന്നില്ല. കാരണം അതെല്ലാം തകർക്കപ്പെടുമെന്ന സാഹചര്യത്തിലാണത്. അതേസമയം ഇറാനിൽ ശക്തമായ രൂപത്തിൽ അമേരിക്കൻ അതുപോലെ തന്നെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ വ്യോമാക്രമണം നടത്തുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഈ കാണുന്നത് തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് ഇറാന്റെ വ്യോമ അതിർത്തിയിലുള്ള ഒരു യുദ്ധവിമാനമാണ്. ഈ മിസൈൽ കൊണ്ട് ആക്രമണം നടത്താൻ എപ്പോഴും ഇറാന്റെ വ്യോമ മേഖല ഉപയോഗിക്കണമെന്നില്ല. തൊട്ടടുത്തുള്ള വ്യോമ മേഖലയിൽ നിന്നും ലക്ഷ്യങ്ങളിലേക്ക്
മിസൈലുകൾ തൊടുത്തുവിടാൻ സാധിക്കും. ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സോഴ്സുകളെല്ലാം നിലനിൽക്കുന്ന കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം രാത്രി ശക്തമായ മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ട്. അവിടെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ലോകത്തെവിടെയും എല്ലാ മിസൈലുകളെയും തടുക്കുന്ന ഒരു പ്രതിരോധ സംവിധാനങ്ങളും ഇല്ല എന്നത് ഒരു വസ്തുതയാണ്. നമുക്കറിയാം ഇസ്രയേലിന്റെ അയൺ ഡോം, ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ശൂന്യമായ പ്രതികരണമാണ് ഇതിനുള്ളത് എന്ന്. അതേസമയത്ത് ഗസയുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് അവിടുന്ന് വരുന്ന ഏതാനും ചില ചില്ലി റോക്കറ്റുകളുണ്ട്, ചെറിയ $500 വരെ വരുന്ന ചെറിയ റോക്കറ്റുകൾ. ഇതിനെ തടസ്സം ചെയ്യുക, ഇതിനെ തടുക്കുക എന്നത് ഏത് പ്രതിരോധ സംവിധാനങ്ങൾക്കും പ്രശ്നമുള്ള കാര്യമല്ല. അതേസമയത്ത് ഇന്ന് വരുന്ന അഡ്വാൻസ്ഡ് മിസൈലുകളെ ടാർഗറ്റ് ചെയ്യുക എന്നത് വലിയ പ്രതിസന്ധിയാണ്. അതും പുതിയ ജനറേഷൻ, പുതിയ തലമുറയിലുള്ള മിസൈലുകളെ തടുക്കുക എന്നത് വലിയ പ്രതിസന്ധിയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇസ്രയേലിന്റെ പ്രതിരോധങ്ങൾ എല്ലാം തീർന്നുപോയി, അമേരിക്കയുടെ പ്രതിരോധം തീർന്നു എന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ പറയാം. ആ അർത്ഥത്തിൽ പറയുമ്പോൾ ഇസ്രയേലിന്റെ വ്യോമ മേഖലയെല്ലാം ഇറാൻ കീഴടക്കി എന്ന് പറയേണ്ടി വരും. കാരണം ഇറാൻ ധാരാളമായി മിസൈലുകൾ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം. അമേരിക്കയും ഇസ്രയേലിനെയും ഏറ്റവും കൂടുതൽ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ ആശങ്കപ്പെടുത്തുന്ന കാര്യം, ഈ 4 ദിവസത്തിനിടയിൽ ഇറാൻ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 റഡാറുകൾ ബഹ്റൈനിലുള്ള AN/GSC 52B എന്ന് പറയുന്ന റഡാറുകൾ ഇറാൻ തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുവൈത്തിലുള്ള 3 പ്രധാനപ്പെട്ട റഡാറുകൾ തകർത്തിട്ടുണ്ട്. അതുപോലെ TPY-2 താഡ് എന്നറിയപ്പെടുന്ന താഡ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന റഡാർ UAE തകർത്തിട്ടുണ്ട്. ഇന്ന് മറ്റൊരു റിപ്പോർട്ട് വരുന്നത് UAE തന്നെ പുതിയ ഒരു താഡ് കൂടെ തകർത്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ UAE തന്നെ 2 താഡ് സിസ്റ്റങ്ങൾ തകർത്തു എന്ന് വരും. മൂന്നാമത്തേതും താഡ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇതാണ് അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിഫൻസ് സിസ്റ്റം. ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാനുള്ള സിസ്റ്റമാണത്. ഇത് ജോർദാനിൽ നമുക്കറിയാം മുവഫക് സുൽത്തി എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ബേസിൽ അവിടെ നിന്ന് ധാരാളം യുദ്ധവിമാനങ്ങൾ അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്. അവിടെ അമേരിക്ക വിന്യസിച്ചിട്ടുള്ള പ്രതിരോധ സംവിധാനമാണ് താഡ്. ഈ താഡ് തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം EPS-132 എന്നറിയപ്പെടുന്ന റഡാർ ഖത്തറിലുള്ള, ഇതാണ് മിഡിൽ ഈസ്റ്റ് മൊത്തമായി നിരീക്ഷിച്ചിരുന്ന, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറെ 8 റഡാറുകൾ കുവൈത്തിൽ നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യയിലുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസിലുള്ള ഒരു റഡാർ തകർത്തിട്ടുണ്ട്. ഈ കുവൈത്തിൽ 8 റഡാറുകൾ തകർത്തു എന്ന് പറയുമ്പോൾ കുവൈത്തിൽ ഇപ്പോൾ പൂർണ്ണമായും ഡിഫൻസ് സംവിധാനങ്ങൾ ഈ ഭാഗത്ത് ഇല്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇന്ന് ഇറാൻ പറഞ്ഞത് ഇനി കൂടുതൽ ആക്രമണങ്ങൾ കുവൈത്തിന് നേരെ ഇല്ല എന്നാണ്. കാരണം അമേരിക്കക്ക് അവരുടെ ബേസുകൾ ഉപയോഗിക്കാൻ ഇനി കഴിയാത്ത വിധം ഈ സംവിധാനങ്ങളെല്ലാം, കുവൈത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഇറാൻ തകർത്ത് കഴിഞ്ഞു എന്നാണ്. അവരുടെ ലക്ഷ്യങ്ങൾ അവിടെ അവസാനിച്ചു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേസമയം ഇവിടെ ചിന്തിക്കേണ്ടത് ഇതെല്ലാം അതിന്റെ ഡാമേജ് ആയിട്ടുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളാണ്. അത്രയും കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങളെ 4 ദിവസത്തിനിടയിൽ ഇവിടെ നമ്മൾ എണ്ണി നോക്കുമ്പോൾ 5, 6, 7, 8, 8 തൊട്ട് 16, അതുപോലെ 17 പ്രതിരോധ സംവിധാനങ്ങൾ ഈ 4 ദിവസത്തിനിടയിൽ, അതും യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിട്ടല്ല, ഈ ഇറാനിൽ നിന്ന് മിസൈലുകൾ ഉപയോഗിച്ചാണ് ആ ലക്ഷ്യങ്ങളെയൊക്കെ ഇത്രയും കൃത്യമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇസ്രയേലിനകത്ത് എത്ര പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നത്. വാഷിംഗ്ടണിൽ പ്രത്യേകമായിട്ടുള്ള മീറ്റിങ്ങുകൾ ട്രംപ് വിളിച്ചു കൂട്ടുന്നത്, പ്രതിരോധത്തിന്റെ കാര്യത്തിൽ ആശങ്കപ്പെടുന്നതെല്ലാം ഇതുകൊണ്ടാണ്. ഈ പ്രതിരോധങ്ങൾ തകർത്തു കഴിഞ്ഞാൽ പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏത് മിസൈലുകളും ഉപയോഗിച്ച് ഏത് ലക്ഷ്യങ്ങളെയും ആക്രമിക്കാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഞാൻ പറഞ്ഞു UAE-യിലുള്ള താഡ് സിസ്റ്റം, 2ാമത്തെ താഡ് സിസ്റ്റവും തകർത്തു എന്ന് പറഞ്ഞു. ഇതാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്ന അൽ-ഹർസ് സൗരി അൽ-ഇറാനി തദ്മീർ മൻദൂമ ഥാനിയ ഫി ഖായിദത്തി റുവൈസ് ബിൽ ഇമാറാത്ത് അംസ്. കഴിഞ്ഞ ദിവസം ഇമാറാത്തിന്റെ റുവൈസിൽ 2ാമത്തെ താഡ് സംവിധാനവും തകർത്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ താടെല്ലാം തകർത്തു കഴിഞ്ഞാൽ പിന്നെ ഇറാനോട് മുട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ UAE-യുടെ കാര്യം കഷ്ടമായി പോകും. കാരണം ഈ താടില്ലെങ്കിൽ, പ്രതിരോധ സംവിധാനങ്ങളില്ല, പിന്നെ നിരന്തരമായ ആക്രമണങ്ങൾ. യഥാർത്ഥത്തിൽ UAE-യിൽ ഇറാന്റെ ലക്ഷ്യങ്ങൾ തീർന്നിട്ടില്ല എന്നത് വ്യക്തമാണ്. കാരണം അവിടെയാണ് അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രയേലിന്റെയും സമ്പന്നരുടെ ധാരാളം പ്രോപ്പർട്ടികൾ നിലനിൽക്കുന്നത്. ഇതെല്ലാം
പൂർണ്ണമായും തകർക്കുക എന്നത് ഇറാന്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യങ്ങൾ ഇനിയും ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ധാരാളം ആക്രമണങ്ങൾ ഇനിയും UAE നേരെ ഉണ്ടാകുമെന്ന കാര്യം വ്യക്തമാണ്. അതുപോലെ ഖത്തറിലുള്ള അൽ ഉദൈദ് എയർബേസിലേക്ക് ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെയുള്ള ഒരുപാട് സാറ്റലൈറ്റ് റഡാർ സംവിധാനങ്ങൾ തകർത്തിട്ടുണ്ട്. പക്ഷെ ഇനിയും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ, പെട്ടെന്നൊന്നും പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത രീതിയിൽ അതിനെ തകർക്കുക എന്നത് ഇറാന്റെ ലക്ഷ്യമാണ്. കാരണം ഇറാൻ ആദ്യം ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അമേരിക്കക്ക് തൊട്ടടുത്ത് നിന്നൊന്നും ആക്രമിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ്. ആ നീക്കവുമായി ഇപ്പോൾ ഇറാൻ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്.